നമസ്കാരം. അഗ്നിഹോത്രികളുടെ 2025 ജൂലൈ മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലം. ആയില്യം നക്ഷത്രം. ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ 2025 ജൂലൈ 1 മുതൽ 31 വരെ, അതായത് മിഥുനം 17 മുതൽ കർക്കിടകം 15 വരെയുള്ള സമ്പൂർണ്ണ നക്ഷത്രഫലങ്ങളാണ് നവഗ്രഹങ്ങളുടെ രാശി സഞ്ചാരം അവലംബിക്കുന്നു. ആയില്യം നക്ഷത്രജാതർ തങ്ങളുടെ ഈശ്വര പ്രാർത്ഥനയാലും ഔചിത്യമുള്ള സമീപനത്താലും ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ സാധിക്കുന്നതാണ്. ഉദ്ദേശശുദ്ധിയോടെയുള്ള പ്രവർത്തന ശൈലി മറ്റുള്ളവർക്ക് മാതൃകാപരമായി തീരുന്നു. ജോലിക്കാർക്കാണെങ്കിൽ തങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ നടപ്പിലാക്കുന്ന മേലധികാരികളോട് ആദരവുണ്ടാകുന്നു. ആയില്യം നക്ഷത്രജാതർ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഇനി പറയുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രവിക്കുന്നതും പ്രാവർത്തികമാക്കുന്നതും ഗുണം ചെയ്യുന്നതാണ്. പണം കടം കൊടുക്കുക, ജാമ്യം നിൽക്കുക, സാഹസ പ്രവൃത്തികൾ തുടങ്ങിയവ ഒഴിവാക്കുക എന്നിവ ശ്രദ്ധിക്കേണ്ടതാണ്. വിദ്യാർത്ഥികളാണെങ്കിൽ തങ്ങളുടെ അലസത വെടിഞ്ഞ് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ നന്നായി ശ്രദ്ധ പുലർത്തേണ്ടതാണ്. അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് തങ്ങളുടെ തൊഴിൽ രംഗത്തായാലും ബിസിനസ് രംഗത്തായാലും ആവശ്യമുള്ള മാറ്റങ്ങൾ വരുത്തുന്നത് അഭികാമ്യം. ഇനി ആയില്യം നക്ഷത്രജാതർക്ക് ഇടനിലക്കാർ മുഖേന ലഭിക്കുന്ന സാമ്പത്തിക നേട്ടങ്ങൾ ഈ മാസത്തിൽ കാണുന്നുണ്ട്. തങ്ങളുടെ പ്രവർത്തന മേഖല വിപുലീകരിക്കുവാൻ പദ്ധതിയുണ്ടാകുന്നു. കൂടാതെ നിങ്ങളുടെ ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുന്നതായി കാണുന്നു. വിവാഹിതരാണെങ്കിൽ കർമ്മരംഗത്തും കുടുംബത്തിലുമുള്ള തടസ്സങ്ങൾ മാറുകയും ദാമ്പത്യ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നിരന്തരമായ വിട്ടുവീഴ്ച അനിവാര്യമാണെന്ന് മനസ്സിലാക്കി പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകുകയും ചെയ്യുന്നതാണ്. കാലങ്ങളായുള്ള സഹോദര തർക്കം പരിഹരിക്കപ്പെടുന്നു. അതുപോലെ നിങ്ങൾക്ക് ജീവിതശൈലീ രോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യത ഉള്ളതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ നിഷ്കർഷത പുലർത്തേണ്ടത് അനിവാര്യമാണ്. പകർച്ചവ്യാധികളോടും നല്ല കരുതൽ അഭിലഷണീയമാണ്. ഇനി ജൂലൈ മാസാവസാനം വാഹന സംബന്ധമായ കാര്യങ്ങൾക്കായി പണച്ചെലവ് ഉണ്ടാകാം. മറ്റുള്ളവരെ വിശ്വസിച്ച് ചെയ്യുന്ന സാമ്പത്തിക ഇടപാടുകളെല്ലാം തന്നെ രേഖാമൂലം ചെയ്യുന്നത് ഏറെ ഗുണം ചെയ്യുന്നു. കാർഷിക രംഗത്തുള്ളവരാണെങ്കിൽ കാറ്റ്, പ്രകൃതിക്ഷോഭം മൂലം ചില നാശനഷ്ടങ്ങൾ ഉണ്ടാകാനിടയുള്ളതുകൊണ്ട് കരുതൽ ആവശ്യമാണ്. സ്വയം തൊഴിൽ, ബിസിനസ്സുമായി ബന്ധപ്പെട്ടവർ പുതിയ നിക്ഷേപങ്ങൾ തുടങ്ങുന്നത് കരുതലോടെ തന്നെ വേണം. പുതിയ കർമ്മരംഗങ്ങളിലേക്ക് മാറുവാനും വിജയിക്കുവാനുമുള്ള സാഹചര്യങ്ങളാണ് ജൂലൈ മാസാവസാനത്തോടെ നിങ്ങൾക്ക് കൈവരുന്നത്. ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ ആത്മാർത്ഥമായും എന്നാൽ നിശ്ചിത സമയപരിധിക്കുള്ളിലും തന്നെ ചെയ്തു തീർക്കുവാനുള്ള അവസരങ്ങൾ വരുന്നു. ജീവിതത്തിൽ പൊതുവെ ആഹ്ലാദാന്തരീക്ഷം കൈവരുന്നതായി കാണുന്നു. നിക്ഷേപമെന്ന നിലയിൽ പുതിയ ഭൂമി, വസ്തുക്കൾ വാങ്ങുവാനുള്ള ഭാഗ്യം കൈവരുന്നു. പൂർവിക സ്വത്തിനുള്ള അവകാശം കാണുന്നുണ്ട്. വളരെ മുൻപ് നേർന്നിരുന്ന വഴിപാടുകളും ക്ഷേത്ര ദർശനങ്ങളും നടത്തുവാനുള്ള ഭാഗ്യം കൂടി നിങ്ങൾക്ക് കൈവരുന്ന സമയമാണ്. വളരെ വർഷങ്ങൾക്ക് ശേഷം നിങ്ങളുടെ ജന്മസ്ഥലത്തെ ആരാധനാലയങ്ങളിൽ പോയി ദർശനം നടത്തി പ്രാർത്ഥിക്കുവാനുള്ള അവസരമുണ്ടാകുന്നു. മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കുവാൻ വേണ്ടിയുള്ള പ്രാർത്ഥനകളിൽ എല്ലാം തന്നെ പരിഹാരം കാണുന്നതാണ്. തനിക്ക് ലഭിച്ച ആത്മീയ ജ്ഞാനത്താൽ മറ്റുള്ളവരോടും തന്നെ വിഷമിപ്പിച്ചവരോടും ഉണ്ടായിരുന്ന വൈരാഗ്യബുദ്ധി ഉപേക്ഷിക്കുന്നതായാണ് കാണുന്നത്. കർമ്മമേഖലകളിലെല്ലാം തന്നെ വൈവിധ്യമുള്ള വിഷയങ്ങളിൽ ആത്മാർത്ഥമായി സഹകരിക്കുകയും നടപ്പിൽ വരുത്തുകയും വിജയിക്കുകയും ചെയ്യുന്നതായി കാണുന്നു. ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായി നിലവിലുള്ള ചില ദുശ്ശീലങ്ങൾ ഉപേക്ഷിക്കുന്നതായാണ് കാണുന്നത്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഭക്ഷ്യവിഷബാധയ്ക്കുള്ള സാധ്യത നിലനിൽക്കുന്നതിനാൽ വളരെയധികം ഭക്ഷണകാര്യങ്ങളിൽ നിഷ്കർഷത പുലർത്തേണ്ടത് അഭികാമ്യമാണ്. വളരെയധികം ശ്രദ്ധിക്കണമെന്ന് അർത്ഥം. ഇനി
ജീവിത പങ്കാളിയുമായുള്ള രമ്യതയും സഹകരണവും സ്നേഹവും തങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ മനോഹാരിത വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ കുടുംബാംഗങ്ങളുമായുള്ള ബന്ധത്തിൻ്റെ ദൃഢതയ്ക്ക് മാറ്റുകൂട്ടുവാനും സഹായിക്കുന്നു. നിലവിലുള്ള ഗൃഹത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കുവാനായി പ്രതീക്ഷിച്ചതിലുപരി പണച്ചെലവ് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. ദുർവ്യയങ്ങൾ വരാതെ ശ്രദ്ധിക്കുന്നത് അഭിലഷണീയമാണ്. അഭീഷ്ടകാര്യസിദ്ധിക്കായി മഹാവിഷ്ണുവിന് ത്രിമധുരം വഴിപാട് നടത്തുന്നതും ശിവപാർവതി ക്ഷേത്രങ്ങളിൽ യഥാശക്തി വഴിപാടുകൾ നടത്തുന്നതും പ്രാർത്ഥിക്കുന്നതും ജീവിതത്തിലെ ക്ലേശങ്ങളെ ലഘൂകരിക്കുവാനും ഈശ്വരഭാവം തെളിയുവാനും സഹായകമാകുന്നു. കൂടാതെ കുടുംബക്ഷേത്രത്തിലോ തട്ടകക്ഷേത്രത്തിലോ ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ പോയി പൂജാദ്രവ്യങ്ങൾ സമർപ്പിക്കുന്നതും വളരെയേറെ ഗുണപ്രദവും അഭിവൃദ്ധിദായകവുമാണ്. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങളിലൂടെ നിങ്ങളുടെ കർമ്മദോഷങ്ങൾ നീക്കുന്നതിനും ജീവിത വിജയം നേടുന്നതിനുമായി ഞങ്ങളുടെ ബിസിനസ് വാട്സപ്പ് നമ്പറിലോ മെയിലിലോ ബന്ധപ്പെടുക. പരീക്ഷ, ഇൻ്റർവ്യൂ, ഇഷ്ടജീവിത പങ്കാളി, വിവാഹം, സന്താനഭാഗ്യം, രോഗദുരിതങ്ങളിൽ നിന്നുള്ള മോചനം, ഉദ്യോഗസ്ഥാനലബ്ധി, ഭൂമി സ്വീകരണം, ഗൃഹനിർമ്മാണം, ഇഷ്ടജനലബ്ധി, ദാമ്പത്യ സൗഖ്യം, ജോലി, ബിസിനസ്, മറ്റു കർമ്മരംഗങ്ങളിലെ അഭിവൃദ്ധി, ആയുരാരോഗ്യ സൗഖ്യം, സർവസമസ്ത സമ്പദ് സമൃദ്ധി തുടങ്ങി എല്ലാ ജീവിത വിജയങ്ങൾക്കും കൂടാതെ സമ്പൂർണ്ണ ദോഷപരിഹാരങ്ങൾക്കും ഇഷ്ടകാര്യ വിജയങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങൾക്കുമായി വിവിധ രത്നക്കല്ലുകൾ ധരിക്കുന്നതിനുള്ള ഉപദേശങ്ങൾക്കായും പ്രശ്നപരിഹാരങ്ങൾക്കുമായി നിങ്ങൾക്ക് അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാരുടെ ഉപദേശം സ്വീകരിക്കാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, നേരിട്ടുള്ള പ്രൈവറ്റ് കൺസൾട്ടേഷൻ, ഓൺലൈൻ ഫോൺ കൺസൾട്ടേഷൻ എന്നിവയ്ക്ക് വാട്സപ്പിലൂടെയോ മെയിലിലൂടെയോ ഉള്ള മുൻകൂർ ബുക്കിംഗ് ആവശ്യമാണ്. ബിസിനസ് വാട്സപ്പ് നമ്പർ ശ്രദ്ധിച്ചോളൂ: 9846797971. മെയിൽ ID myniyogam@gmail.com. നിങ്ങളുടെ എല്ലാവിധത്തിലുമുള്ള പിതൃ കർമ്മ ഗ്രഹ രാശി നക്ഷത്ര ദോഷനിവൃത്തികൾക്കും പരമമായ ജീവിത വിജയത്തിനും അവസാനത്തെ അത്താണി അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാർ. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങൾ മനുഷ്യ നന്മയ്ക്ക്.